കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 51. ഫലമില്ലയാത മമ വശമാക്കൊലാ ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാത വെളിവാകമേ ഉദിപ്പതിനു കളയാതെ കാലമിഹ നാരായണായ നമഃ. ഇപ്പം താരതമ്യേന എളുപ്പമായിട്ടൊരു ഇതാണ് കേട്ടോ. എന്നറിയോ, ജഗതി മീൻസ് ഈ ജഗത്തിങ്കൽ, അതായത് ഈ ലോകത്തിൽ മലമൂത്രമായ തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം മലമൂത്രങ്ങളും വഹിച്ച് നമ്മളെ നടക്കുന്ന ഈ ശരീരം എപ്പോഴും മലമൂത്രം പുറത്തേക്ക് കാണില്ലെങ്കിലും, പുറത്തേക്ക് അതിൻ്റെ ദുർഗന്ധം വരില്ലെങ്കിലും നമ്മുടെ ഉള്ളിലതുണ്ടല്ലോ അല്ലേ, അതൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്തിൽ. അതായത് ഇതൊക്കെ വഹിച്ച് നടക്കണ ഈ ശരീരം ഫലമില്ലയാത, ഫലമില്ല ചെന്തപ്പോഴോ ജീവിത സാഫല്യത്തിനെ പറയണം കേട്ടോ. ജീവിതത്തിൻ്റെ സാഫല്യം ആയ മോക്ഷപ്രാപ്തി ലഭിക്കാൻ കഴിയാതെ അഥവാ അതിനുള്ള ഭാഗ്യമില്ലാതെ, അതാണ് ഫലമില്ലയാത. അതായത് ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താ? ജീവിതം സഫലമാവണമെങ്കിൽ നമുക്ക് മോക്ഷം, അതായത് എല്ലാ ജീവികളുടെയും ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. ആ മോക്ഷം സഫലമാകാതെ എന്നാണ് പ്രാർത്ഥന. അതായത് ജീവിത ലക്ഷ്യമായിട്ടുള്ള മോക്ഷപ്രാപ്തി നമുക്ക് ലഭിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യമില്ലാതെ പല നാളിരുത്തി അനവധി കാലം ഈ മലമൂത്ര നിബിഡമായിട്ടുള്ള ഈ ശരീരവും പേറി നമ്മളെ മരിക്കാതെ ഇരുത്തിയിട്ട്, അതാണ് പല നാളിരുത്തി പറഞ്ഞ് അനവധി കാലം ജീവിപ്പിച്ച് മമ വശമാക്കൊല. മമാച്ച ഇവിടെ എന്താ അറിയോ, ഇവിടെ അഹങ്കാരത്തിനെയാണ് പറയണത്. അതായത് എന്നിട്ട് അനവധി കാലം ഇരുന്നെൻ്റെ അഹന്തയ്ക്കും മമതയ്ക്കും, അഹന്തയും മമതയും എന്നിലത്തെ അഹന്ത ദേഹാഭിമാനം ഒന്നും ഒട്ടും പോവാതെ അഹന്തയും മമതയും വളർത്തി അവയ്ക്ക് അധീനമാക്കരുതേ എന്നെ എന്നാണ്. അളവില്ലയാതെ വെളിവ്. അങ്ങനെ അഹന്തയ്ക്കും മമതയ്ക്കും അധീനമായിട്ട് എൻ്റെ മനസ്സ് ബന്ധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്താ അളവില്ലയാതെ വെളിവ്. അതായത് അളവില്ലാത്തത്ര, അതിപ്പോൾ സീമയറ്റ അഥവാ അനന്തമായ ആ വസ്തുബോധം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അകമേ ഉദിപ്പതിന്, ആ ജ്ഞാനോദയം ഉള്ളിൽ ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ ആ ജ്ഞാനം അനുഭവവേദ്യമാകുന്നതിന്, എനിക്ക് അനുഭവവേദ്യമാക്കി ഇഹ ഈ ജീവിതത്തിൽ കാലം കളയാതെ, മീൻസ് ഒരു താമസമില്ലാതെ എനിക്ക് അത് ഈ ജന്മത്തിൽ തന്നെ സാധ്യമാക്കി തരണേ. ഏത്? ലക്ഷ്യപ്രാപ്തി. ഹരിനാരായണായ നമ. അതായത് ജ്ഞാനം ഉദിച്ച് എൻ്റെ ദേഹാഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ട് ജ്ഞാനം ഉദിച്ച് ആ സച്ചിദാനന്ദം എനിക്ക് അനുഭവമാക്കി തന്ന് ഈ ലോകത്ത് തന്നെ കാലം കളയാതെ, മീൻസ് ഒട്ടും താമസിയാണ്ട് എനിക്കത് അനുഭവവേദ്യമാക്കി തരണേ ഈ ജീവിതത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ഇതെൻ്റെ സാധ്യജന്മാക്കി തരണേ എന്നാണ് ഇതിലിപ്പോൾ ഒരു അതായത് എനിക്കിങ്ങനെ അനവധി ജന്മങ്ങൾ ഇങ്ങനെ ജീവിച്ച് ഈ ദേഹാഭിമാനവും കൊണ്ട് ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയണം എന്നൊന്നുമില്ല. എന്നെ ഈ ജന്മം തന്നെ ഈ മോക്ഷപ്രാപ്തിക്ക് ഭാഗ്യമില്ലാതെ ഇരിക്കണം എന്നെ ഈ ജന്മം തന്നെ ജ്ഞാനം ഉദിപ്പിച്ച് എനിക്ക് മോക്ഷം തരണേന്നാണ്. അതായത് ഈ ക്ലേശഭൂയിഷ്ഠമായിട്ടുള്ള ഈ ലോകത്തിൽ മലമൂത്ര നിബിഡമായിട്ടുള്ള ഈ ശരീരം ജീവിത ലക്ഷ്യമായിട്ടുള്ള മോക്ഷപ്രാപ്തിക്ക് ഭാഗ്യമില്ലാതെ അനവധി കാലം എന്നെ ശരീരത്തിലിരുത്തി ദേഹാഭിമാനമൊക്കെ വർദ്ധിച്ച് ഞാൻ ദേഹാഭിമാനം ഒട്ടും വിടാതെ എൻ്റെ ഞാൻ അഹന്ത മമത എന്ന് പറയൂലോ, ആ വിചാരങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ പൊന്താതിരിക്കണേ. ഈ ജന്മത്തിൽ തന്നെ അനന്തമായ ബ്രഹ്മജ്ഞാനം ഉദിച്ച് എനിക്ക് അനുഭവവേദ്യമാക്കി തരണേ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ജന്മം സാധ്യജന്മമാക്കി തീർക്കണേ. അതെ, പല ഇതിലും മഹാത്മാക്കളൊക്കെ പറയും സാധ്യജന്മമാണെന്ന് വിചാരിച്ചിരിക്കണം അത്രേ നമ്മൾ. എനിക്ക് ഈ ജന്മം തന്നെ മോക്ഷം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണം എപ്പോഴും. എന്നിട്ട് ഒരു സമയവും കളയാതെ ഭഗവത് സ്മരണം, നിരന്തര ഭഗവത് സ്മരണയിൽ ഏർപ്പെടണം എന്നാണ് പറയുന്നത്. ഇത് സാധ്യജന്മം തന്നെയാണെന്ന് വിശ്വസിച്ചിട്ട്
ഞാൻ ഒരു സമയവും ഒരു നിമിഷം ഞാൻ കളയാതെ ഞാൻ ഈശ്വരസ്മരണത്തിൽ ഏർപ്പെടാൻ എനിക്ക് സാധിക്കണേ. സാധ്യജന്മം തന്നെയാണെന്ന് വിശ്വസിക്കണം. അതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സാധ്യജന്മാക്കി തീർക്കണേ. എന്താ വെച്ചോ, ശരീരത്തിനെ ശരിക്കും പറയാച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഉപകരണമായിട്ട് കാണാമല്ലോ. ആ ഉപകരണത്തിനെ നമുക്ക് ഒന്നുകിൽ ആധ്യാത്മ തലത്തിലേക്ക് ഉയരാൻ ഉപയോഗിക്കാം, അല്ല വച്ചാൽ ഈ പ്രവൃത്തി മാർഗത്തിൽ ഭൗതിക ലോകത്തിൽ ഉയർച്ചയ്ക്ക് ശ്രമിക്കാം. പക്ഷേ ഭൗതിക ലോകത്തിലത്തെ ഉയർച്ച എത്ര വന്നാലും അത് വളരെ നൈമിഷികമാണ് അല്ലേ. ഇറ്റ്സ് വെരി ട്രാൻസിയൻറ്റ്. അപ്പോൾ അതെപ്പോഴാണ് മനസ്സിലാവണം, അപ്പം നമുക്ക് പ്രവൃത്തി നിവൃത്തി മാർഗത്തിലേക്ക് മാറാം. പക്ഷേ ഉപകരണം ഒന്ന് തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു കത്തി ഒരു ഡോക്ടറുടെ കയ്യിൽ കിട്ടിയ ഒരു പേഷ്യൻറ്റിനെ രക്ഷിക്കാം, ഒരു കൊലപാതകയുടെ കയ്യിൽ കിട്ടിയ ഒരാളെ കൊല്ലാം അല്ലേ. ഉപകരണം കത്തി തന്നെയാണ്. അതേപോലെ നമ്മുടെ ഈ ശരീരം ഒരു ഉപകരണമാണെന്ന് ഈശ്വരൻ തന്ന വെറും ഒരു ഉപകരണം, അതിൻ്റെ യന്ത്രി ഈശ്വരനുമാണ്. നമ്മുടെ ശരീരം യന്ത്രമാണെങ്കിൽ നമുക്ക് ഈ ശരീരം എനിക്ക് കിട്ടിയിട്ടുള്ള ഉപകരണമാണ്, ഞാൻ അതിനെ വെറുതെ കളയില്ല എന്ന് വിചാരിച്ച് ഈ ഭൗതിക കാര്യങ്ങൾക്കും വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം, ആധ്യാത്മിക കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾക്ക് അങ്ങോട്ട് ശ്രദ്ധ പോയാൽ പിന്നെ ദേഹാഭിമാനം ഉണ്ട്. അതിന് പുറമെ അത് കൂടും. അഹന്തയും മമതയും എൻ്റെ ഞാൻ എന്നുള്ള വിചാരം കൂടി അത് അങ്ങനെ എനിക്ക് ഈ ജീവിതത്തിൻ്റെ സാഫല്യമായിട്ടുള്ള മോക്ഷത്തിന് ഞാൻ വളരെ ദൂരേക്ക് പോവും. അങ്ങനെ എന്നെ ആക്കരുതേ. എന്നെ ഈ ശരീരം എന്ന ഉപകരണത്തിന് ഭൗതിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉപയോഗിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. അതായത് നമുക്ക് ദേഹം എടുത്താൽ പിന്നെ ദേഹത്തിലിരിക്കണ എല്ലാ ജീവന്മാർക്കും ദേഹം വളരെ പ്രിയപ്പെട്ടതാവും. അതായത് ഇപ്പോൾ നമ്മളെപ്പോലെ വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങൾക്കും കൊല്ലാൻ പോയി നോക്കി നോക്കൂ, ഒരു ചെറിയ ഉറുമ്പാണെങ്കിലും ഇനി അതിൻ്റെ അടുത്ത് എന്തെങ്കിലും വന്നാൽ ഓടും. അതായത് എല്ലാവർക്കും ആ മരണഭയം എന്നോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനോടുള്ള സ്നേഹമുണ്ടേ. അതായത് പറയൂലോ, ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ, രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ എഴുത്തച്ഛൻ തന്നെ. അപ്പോൾ ആ ദേഹത്തിൻ്റെ പ്രിയത്തിനെ നമ്മൾ ഒറ്റ കാര്യം കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. എന്താ അറിയുമോ, എനിക്ക് ഈ സാധ്യ ജന്മമാണത്, ഞാൻ ഈ ഉപകരണം നല്ല കാര്യത്തിന് ഉപയോഗിക്കുള്ളൂ എന്ന് വിചാരിച്ച് അതിന് മാത്രം ഉപയോഗിച്ചാൽ പതുക്കെ കണ്ട നമുക്ക് ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാക്കി തരും. അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ നമ്മുടെ എല്ലാ അവയവങ്ങളെ കൊണ്ടും ഈ ദേഹം ഒരു ഉപകരണം വെച്ചാൽ അങ്ങനെ ദേഹത്തിന് എല്ലാ അവയവങ്ങളോടും ഈശ്വരസ്മരണയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ. എന്താണ് ഇതിലേ വില്ലുമംഗലത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലുണ്ട്, നോക്കട്ടെ കേട്ടോ. ജിഹ്വേ കീർത്തയ കേശവം, എനിക്ക് ഓർമ്മയാണ്, ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വസമർച്ചയാച്യുതകഥാ ശ്രോത്രദ്വയത്വം ശൃണു കൃഷ്ണം ലോകയലോചനദ്വയ ഹരേർഗച്ഛാംഘ്രിപത്മാലയം ജിഘ്രഘ്രാണമുകുന്ദ പാദതുളസിം മൂർത്തിം തവാർത്തിച്ചിതം. അതായത് എല്ലാ അംഗങ്ങളോടും പറയാം, ഹേ ജിഹ്വേ നാവേ കേശവനെ കീർത്തിക്കൂ, ഹേ മനസ്സേ ഭഗവാനെ ചിന്തിക്കൂ, ഹേ കൈകളെ ഭഗവാനെ പൂജിക്കൂ, ഹേ കാൽകളെ ക്ഷേത്രത്തിലേക്ക് പോവൂ. അങ്ങനെ അതാണ് ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ, മനസ്സിനോട് പറയാം ചേതോ ഭജ ശ്രീധരം. പാണിദ്വന്ദ്വ സമർച്ച അർച്ചനം ചെയ്യുന്ന പാണിദ്വന്ദ്വ സമർച്ചയാച്യുതകഥ ശ്രോത്രദ്വയം ശൃണു, ചെവികളോട് പറയണ കേൾക്കൂ ഭഗവത് കഥകളെ. ശ്രോത്രദ്വയം ശൃണു കൃഷ്ണം ലോകയലോ, കൃഷ്ണനെ കാണൂന്ന കണ്ണിനോട്. ലോചനദ്വയ ഹരേർഗച്ഛാംഘി പത്മാലയം, അപ്പം കാലിനോട് പറയണ ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്ന. മൂക്കിനോട് പറയുക ജിഘ്രഘ്രാണ മുകുന്ദ പാദതുളസിം, ഏതാ മുകുന്ദൻ്റെ പാദതുളസികളെ വാസനിക്കൂ. തലോട് പറയുകയാണ് നമിക്കൂ. അപ്പം അങ്ങനെ അതായത് എല്ലാ അവയവങ്ങളെയും നമ്മൾ ഈശ്വര സ്മരണത്തിനായിട്ട് ഉപയോഗിക്കൂ എന്ന് പറയണ പോലെയാണ്. അപ്പം ഇതിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ എനിക്ക് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അതായത് ഞാൻ ഈ മലമൂത്ര നിവിഡമായിട്ടുള്ള ഈ ശരീരം
പേറി നടക്കേണ്ട അനവധി കാലം അതെനിക്ക് മോക്ഷപ്രാപ്തിക്ക് ഭാഗ്യമില്ലാത്ത ഒരു ശരീരമാക്കി തീർക്കരുത്. അതിന് പകരം ദേഹാഭിമാനം, അതായത് മോക്ഷപ്രാപ്തിക്ക് ഭാഗ്യമില്ലാത്ത എപ്പോഴാണ്? ദേഹാഭിമാനം കൂടി നമ്മൾ അഹന്തയ്ക്കും മമതയ്ക്കും അധീനരാകുമ്പോഴാണ്. അങ്ങനെ ആക്കരുതേ. ഈ ജന്മത്തിൽ തന്നെ എനിക്ക് അനന്തമായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനം ഉദിച്ച് അനുഭവമേദ്യമാക്കി തരണേ. ഹരിനാരായണായ നമാണ്. അതായത് ഒട്ടും താമസമില്ലാതെ എന്ന് പറഞ്ഞു, വിത്തൗട്ട് ഡിലേ പറഞ്ഞ എന്താ, ഈ ജന്മം തന്നെ എനിക്കത് സാധിപ്പിച്ച് തരൂ എന്ന് പറയണേ. അതായത് ഈ ദേഹം ഉണ്ടാക്കുന്നത് നമ്മൾ പറയൂലോ സപ്തധാതുക്കളെ കൊണ്ടാന്ന് പറയൂലോ ഇല്ലേ. അതായത് മാംസം, നമ്മുടെ ഏറ്റവും മീതെ തോല്, അതിൻ്റെ നേരെ താഴെ മാംസം, പിന്നെ ഈ ഫാറ്റ്, മേധസ്, പിന്നെ എല്ല്, പിന്നെ ഈ ബോൺ മാരോ, അതിനകത്തുകൊണ്ട് മജ്ജ പറയുക, മജ്ജ, പിന്നെ ശുക്ലം, അതായത് സീമൻ, അങ്ങനത്തെ ഒക്കെ നിറഞ്ഞൊരു ശരീരമാണല്ലോ ഇത്. വെള്ളം, രസം, അത് വെള്ളമൊക്കെ ഉണ്ട്. ഇതാണല്ലോ നമ്മൾ പറയുക, അതിനെ സപ്ത ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയൂലോ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനും പരിണാമം വരും. എന്നിട്ട് ആദ്യം ചെറിയ കുട്ടിയായിരുന്ന കുറച്ച് വലുതാവും അല്ലേ, മധ്യവയസ്കാവും, വൃദ്ധാവും, വളരെ ജരാനരകളാവും, നശിക്കും ചെയ്യല്ലേ. അപ്പം ഈ ശരീരത്തിനെ നമ്മൾ ഈ ഭഗവത് പ്രാപ്തിക്കൊരു ഉപകരണമായിട്ട് കരുതുകയാണെങ്കിൽ നമുക്ക് അത് സാധിക്കും. അതെനിക്ക് ഈ ജന്മം തന്നെ സാധിക്കണമെന്ന് പറയുകയാണ്. അല്ലാതെ ഭൗതികമായിട്ടുള്ള ഇതിലങ്ങോട്ട് നമ്മൾ മുങ്ങിയ നമ്മൾ ദുഃഖഗർത്തത്തിൽ വീഴി. അതുകൊണ്ട് നമുക്കിതിനെ വിവേകപൂർവം ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ഉപയോഗിക്കണം എന്നാണ്. അതായത് ശരീരം കൊണ്ട് പിന്നെ എന്താണ് നേടാൻ സാധിക്കില്ലെങ്കിലും ശരീരത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിൽ ഇരുന്നിട്ട് ആത്മാവിന് മോക്ഷം പ്രാപിക്കാമല്ലോ. അതാണ് ഇതിൽ പിന്നെ എന്താണ് പറയണത് ഈ ഒരു ശ്ലോകത്തിൽ. അതായത് വളരെ എളുപ്പമാണ് അല്ലേ. അതായത് എന്നെ ഇതിനൊന്നും വശത്താക്കരുത് എന്നാണ്. എന്നെ അഹന്തയ്ക്കും മമതയ്ക്കും അധീനമാക്കാതെ എൻ്റെ ഈ പിന്നെ എന്താണ് സപ്തമലങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ശരീരത്തിനെ അധികകാലം ഇരുത്തിയിട്ട് പിന്നെ കഷ്ടപ്പെടുത്താതെ എനിക്ക് വേഗം ജ്ഞാനം ഉദിച്ചിട്ട് ഈ ജീവിതത്തിൽ തന്നെ എനിക്ക് മോക്ഷപ്രാപ്തി നൽകണേ അല്ലേ. അത് നമുക്കുള്ള പ്രാർത്ഥന തന്നെയാണത്. അപ്പോൾ ഞാൻ 51 വായിച്ച് നമുക്ക് 52 കൂടിയും ചെയ്യാം. അതും അത്ര അധികം പറയാനൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഫലമില്ലയാതമമ വശമാക്കൊലാ ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാത വെളിവാകമേ ഉദിപ്പതിനു. അതാണ് നിസ്സീമമായ ആ ജ്ഞാനം അകത്ത് ഉദിക്കണം എന്നാണ്. അളവില്ലയാതെ പറഞ്ഞാൽ അനന്തമായിട്ടുള്ളത്. കളയാതെ കാലമിഹ നാരായണായ നമ. 52 ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെ ഇതു അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കൊല മമച നാരായണായ നമ. അതായത് ബന്ധുക്കളെ അർത്ഥം ചാൽ പിന്നെ സ്വത്ത്, ഗൃഹപുത്രാദിജാലമതിൽ, അതായത് ബന്ധുക്കള്, സ്വത്ത്, വീട്, മക്കള്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, ഇങ്ങനത്തെ ഭൗതിക വിഷയങ്ങളിൽ ബന്ധിച്ച് മനസ്സെ ബന്ധിതമായിട്ട് വന്നുലകിൽ ഞാൻ എൻ്റേത് എന്നിങ്ങനെ വലിയ അഹന്തയും മമതയ്ക്കും അധീനനായിട്ട് ഉലകിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ജഗത്തിൽ തത്വമൊക്കെ, അതായത് ഈ തത്വങ്ങളിലൊക്കെ ഭഗവത് സാന്നിധ്യം, ഭഗവാൻ തന്നെയാണ് തത്വങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 96 തത്വങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായത്. ആ ഭഗവാൻ തന്നെയാണ് ഈ മൺപാത്രത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാവണ പോലെ ഉള്ളൂ. മൺപാത്രമൊക്കെ മണ്ണ് തന്നെയാണല്ലോ അൾട്ടിമേറ്റ്ലി. അതുപോലെ തത്വങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഭഗവാനെ, അതൊന്നും തത്വമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ അതായത് എല്ലാറ്റിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതൊന്നും കാണാൻ കഴിയാതെ, എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്ത? ഈ ഭൗതിക വിഷയങ്ങളിൽ ബന്ധുക്കൾ അർത്ഥഗൃഹ പുത്താദി ജാലങ്ങളിൽ മുഴുകിയ ആൾക്ക് അതിനോടൊക്കെ ഉള്ള ഈ നമ്മൾ പറഞ്ഞില്ലേ അഷ്ട
വൈരികളൊക്കെ പറഞ്ഞില്ലേ, രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇങ്ങനെ ഈ ദേഹാഭിമാനം കൊണ്ട് ഞാൻ എൻ്റെ എന്നുള്ളതും എൻ്റെ മക്കളെ, എൻ്റെ സ്വത്ത്, എൻ്റെ വീട്, എൻ്റെ മക്കളെ, ഈ ഒരു വിചാരം കൊണ്ട് നമ്മൾ ഈ ഏഷണ പറയൂലോ, അതാ അറ്റാച്ച്മെൻ്റ് കൊണ്ട് ഈ ലോകം മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ആ ഭഗവത് സാന്നിധ്യം കാണാൻ കഴിയാതെ വരികയാണ്. ഏതുപോലെ? അതിനൊരു ഉദാഹരണം, അന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ വരും. അതായത് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളുടെ മുമ്പിൽ കണ്ണാടി കാട്ടിയാലും അയാൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ, അല്ലേ? ഒരു അന്ധന് കണ്ണാടി കാണിച്ചാൽ അതിലെന്താണ് കാണുന്നതെന്ന് അറിയാത്തതുപോലെയാവും നമ്മുടെ മനസ്സ്. നമുക്ക് ഭഗവത് സാന്നിധ്യം എവിടെയും കാണാൻ കഴിയില്ല. ബിക്കോസ് മനസ്സ് നിറച്ച് പരിശുദ്ധമല്ലാത്ത ചിന്തകളും സങ്കല്പ വികല്പങ്ങളുമാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെന്താണ് ഭഗവത് സാന്നിധ്യം എവിടെയും കാണാൻ കഴിയാത്തതേ. ഞാൻ എൻ്റെ എന്നുള്ള വിചാരം കൂടിയിട്ട് അത് ഏതുപോലെയാണ്, കുരുടന് കണ്ണാടി കാണിച്ചാൽ കാണാത്ത പോലെ മനസ്സത്ര എന്താണ് ഈ മായയാൽ മോഹിതമായിട്ടുള്ള മനസ്സിന് ഒരിക്കലും ഭഗവത് സാന്നിധ്യം കാണാൻ പറ്റില്ല. അങ്ങനെ മമാച്ച എന്നാക്കൊലാന്ന്, എന്നെ അങ്ങനെ ആക്കരുതേ. എനിക്കും അതുപോലെ ഒരു കുരുടനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ കാണാത്ത പോലത്തെ ഒരവസ്ഥ, ഭഗവത് സാന്നിധ്യം ഒന്നിലും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ എനിക്ക് വരാനിടയാകരുതേ. നാരായണായ നമഃ. അപ്പോൾ ബന്ധുക്കൾ, പണം, വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം മുഴുകിയിട്ട് ഈ ഞാൻ എൻ്റെ എന്നുള്ള വിചാരം അല്ലെങ്കിൽ അഹന്തയും മമതയും വർദ്ധിച്ച് ആ അഹന്താമമതകൾക്ക് അധീനരായിട്ട് ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സാന്നിധ്യം, അതായത് വിശ്വാകാരമായിട്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ എല്ലാറ്റിലെയും അന്തര്യാമിയായിട്ടും എല്ലാ ദിക്കിലും അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് സാന്നിധ്യം കാണാതെ ഒരു കുരുടന് കണ്ണാടി കാണിച്ചാൽ ഒരിക്കലും ഇത് കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്ത പോലെ എനിക്കും അതുപോലൊരു അന്ധമായ അവസ്ഥ ഉണ്ടാക്കാൻ ഇടവരരുതേ. അതില്ലാതെ എന്നെ അനുഗ്രഹിക്കണേ ഹരിനാരായണായ നമഃ എന്നാണ്. അതായത് എന്താ പറയുക, നമ്മൾ ഈ നമ്മൾ പറയുമല്ലോ, നമ്മൾ ജനിക്കുമ്പോൾ ഈ ശരീരം കൊണ്ടുപോവും, മരിക്കുമ്പോൾ ആ ശരീരം കൂടി, ജനിക്കുമ്പോൾ നമുക്ക് ശരീരം ഉണ്ട് അല്ലേ, ആ ജീവൻ ശരീരത്തിനുള്ളിലാണ്, മരിക്കുമ്പോൾ അതും കൂടി ഇല്ലാണ്ടേ പോവുക. ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ അതും കൂടി ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോണത്. അപ്പോൾ ശരിക്കും നമുക്ക് ആലോചിച്ചാൽ അത് വളരെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ അറിയോ, നമ്മൾ ജനിക്കുമ്പോൾ ശരീരത്തോടു കൂടി ജനിക്കണു, പക്ഷെ മരിക്കുമ്പോൾ ശരീരം വിടട്ട് പോകണു. അതിന് നമുക്ക് ഭഗവാൻ തരുന്നൊരു മെസ്സേജ് എന്തായിട്ട് നമുക്കതിനെ കാണാം. നമുക്ക് ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് ഉപയോഗിക്കാനുള്ള വേറൊരു ഉപകരണമാണ് ഈ ശരീരം. നോക്കൂ, വരുമ്പോൾ നമ്മൾ ശരീരത്തോടു കൂടി വന്നു, എന്നാൽ പോകുമ്പോൾ ശരീരത്തോടു കൂടി പോകണില്ല. ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പോണത് അല്ലേ? അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ശരീരത്തിനെ ചൈതന്യവത്താക്കുന്ന ആ ജീവൻ ഉണ്ടല്ലോ, ആ ജീവൻ ശരീരത്തോടു കൂടി വരുന്നു. അമ്മയുടെ വയറ്റിൽ വെച്ച് നമുക്ക് ശരീരം ഉണ്ടാവണതിൻ്റെ മുമ്പ് ആ ജീവനെ അറിയില്ല, ശരിയാണ്, ശരീരത്തോടു കൂടി വരുന്നു. പക്ഷേ പോണ സമയത്ത് നമുക്ക് ആ ശരീരം ഇവിടെ ഇട്ട് പോണത് കാണാം ഇല്ലേ? അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്ന ആ പരമാത്മാവ് നമുക്ക് ഈ ശരീരം കുറച്ച് ദിവസത്തേക്കും തന്നത് എന്തിനാച്ചാൽ അതിനെ ഉപയോഗിച്ച് എന്നെ അറിയൂ എന്ന് പറയാനാണെന്നാണ്. അത് ഞാൻ വേറെ ഒന്നിലും വായിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇത് ആ ഒരർത്ഥം ഇതിൽ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇത് ഞാൻ മുമ്പ് വായിച്ച് എനിക്ക് വളരെ അന്ന് ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. ശരിയാണ്, ജനിക്കുമ്പോൾ ശരീരമുണ്ട്, മരിക്കുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് പോകണം. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കുള്ള മെസ്സേജ് എന്താ? ഞാൻ ശരീരം എത്ര ദിവസത്തേക്ക് ജനനം മരണം വരെയുള്ള സമയത്തൊക്കെ നിങ്ങളൊരു ഉപകരണമായിട്ട് ഉപയോഗിച്ചോളൂ. എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം, നല്ലതും ചീത്തയ്ക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ ശരീരത്തിനെയും കൂടി ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പം പിന്നെ നമ്മുടെ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നെ ഈ ബന്ധുക്കളും ഇവിടെ നമ്മൾ കൂട്ടി വെച്ച പണവും
എൻ്റെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്ന എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഇരുന്ന ശരീരം കൊണ്ടുപോകാൻ പറ്റില്ല. ആലോചിച്ച് നോക്കിയാൽ എത്ര ശരിയല്ലേ? അപ്പോൾ നമ്മളിരിക്കണ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നെ നമ്മൾ വാരിക്കൂട്ടി എൻ്റെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടി വയ്ക്കുന്ന ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിന് അന്ന് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഏഷണ എന്ന് പറയുമല്ലോ നമ്മളെ, വിത്തേഷണ, പുത്രേഷണ, പിന്നെ 3 ഏഷണുണ്ട്, പിന്നെ ഈ ഗൃഹേഷണ എന്നൊക്കെ പറയുമല്ലോ. 3 ഏഷണാച്ച അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ, ഇല്ലാതിരുന്നാലേ നമുക്ക് വിഷമമില്ലാതെ ഇത് വിട്ടു പോകാൻ പറ്റില്ല. അപ്പം അതിന് വിഷമമില്ലാതിരിക്കാൻ എന്താ ഒരു വഴി? ഈ ശരീരവും എൻ്റെ അല്ല, ഒന്നും എൻ്റെ അല്ല, അല്ലേ? അത് വിചാരിക്കുകയാണ് എല്ലാം ഭഗവാന്റെയാണ്, ഇതെല്ലാം ഭഗവാന്റെയാണ്, ഭഗവാനെ എനിക്ക് കുറച്ച് നേരത്തേക്ക് തന്നു, എപ്പോൾ വേണമെങ്കിൽ എടുക്കാം, എന്ത് കാര്യവും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ ആണെന്ന് പിന്നെ തോന്നുകയാണെങ്കിൽ പോലും അത് എൻ്റെ അല്ല എന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കി, അതാണ് അങ്ങനെ നമ്മൾ മനസ്സിനെ എൻ്റേതായിട്ടൊന്നുമില്ല ഈ ശരീരം അടക്കം നമ്മൾ മനസ്സിനെ ശാസിച്ച് പഠിപ്പിച്ചാലേ നമുക്ക് ഈ ഭഗവാനിൽ ചെന്ന് ചേരാൻ പറ്റുള്ളൂ. ആ ഒരു ഏഷണ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ശരീരത്തിനോടും ശരീരത്തിനെ സംബന്ധിക്കുന്ന എൻ്റെ ഞാൻ എന്ന് പറയുന്ന എല്ലാറ്റിനെയും പൂർണ്ണമായി വിട്ടാൽ തന്നെ ആ ഇതിനെ ചൈതന്യവത്ത് ആക്കുന്ന ആ ജീവനിൽ നമുക്ക് പിന്നെ എന്താണ് പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിലും ഏകദേശം പറയണത്. അതായത് നമ്മൾ ഈ ഭൗതിക സുഖങ്ങളിൽ പിന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഭൗതിക സുഖങ്ങളിൽ പിന്നെ മുഴുകിയാൽ ഒരിക്കലും നമുക്ക് ആ ഭഗവത് സാന്നിധ്യം എല്ലാറ്റിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. കുരുടനെ പോലെ തന്നെയാവും. കാരണം മനസ്സിൽ ഈ ഏഷണകൾക്കേ സ്ഥാനമുള്ളൂ. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതിന് മാത്രമേ മനസ്സിൽ സ്ഥലമുള്ളൂ. അപ്പം അതിനെ സംബന്ധിക്കുന്ന പിന്നെ സങ്കല്പ വികല്പങ്ങളൊക്കെ സ്ഥാനമുള്ളൂ. അല്ലാണ്ട് ഭഗവാന്റെ സാന്നിധ്യം ഒന്നും ആലോചിക്കാൻ സ്ഥലമില്ല മനസ്സിലേ. അപ്പം അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് അത് കുറയാൻ എല്ലാം ഭഗവാന്റെയാണ്. ഇന്ന് എനിക്കിത് കിട്ടിയ ശരീരം പോലെ എനിക്കിവിടെ ഉപേക്ഷിച്ച് പോകണം, അപ്പോൾ പിന്നെ ശരീരത്തിനെ സംബന്ധിക്കണം എല്ലാതും എന്നിങ്ങനെ സ്വയം പറഞ്ഞ് നമ്മൾ എല്ലാം ഭഗവാന്റെയാണെന്ന് സങ്കല്പിക്കുക മാത്രമേ അതിന് വഴിയുള്ളൂ എന്ന് ഇതിലൊരു ഒരു ഒരു എന്താ പറയുക ആന്തരാർത്ഥം ഉണ്ടെന്ന് പറയുകയാണ്. അതായത് എത്രയായാലും അങ്ങനെ ഒരു 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 ഇതുണ്ടല്ലോ, പിന്നെ എന്താണ് ഒരു തവള, അതായത് പാമ്പ് വിഴുങ്ങാൻ പോണ തവളയാണ്. അപ്പോൾ തവള ഒരു പാറ്റയെ കണ്ടപ്പോൾ അതിനെപ്പോൾ വിഴുങ്ങും, ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അതിനെ വിഴുങ്ങും. പക്ഷെ ആ സമയത്ത് പിന്നെ എന്താ പറയുക ആ സമയത്ത് പുറത്തൊരു പാറ്റയെ കാണുമ്പോൾ അവനവൻ്റെ ജീവൻ ഇപ്പോൾ പൂട്ടോ അത് ഓർക്കാതെ ആ പാറ്റയെ പിടിക്കാൻ നോക്കണ പിന്നെ തവളയെ പോലെയാണെന്ന്. അതായത് പാമ്പിൻ്റെ വായിലത്തെ തവള പാറ്റയെ പിടിക്കണം. അങ്ങനെ അതിലുണ്ടല്ലോ രാമായണത്തിലെ എന്താണ് സന്നിഭം ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അല്ലേ? ശരിക്കും അതുപോലെയാണ് നമ്മളും. നമ്മളെ കാലമാകുന്ന പാമ്പ് എപ്പോഴാണ് വിഴുങ്ങുന്നറിയില്ല. അപ്പോൾ ഒരു പാമ്പിൻ്റെ വായയിലുള്ള ഒരു തവളയുടെ സ്ഥിതിയാണ് നമുക്ക്. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് വിഴുങ്ങുക, എപ്പോഴാണ് നമ്മുടെ ജീവൻ അറിയില്ലല്ലോ. നമുക്ക് എപ്പോഴാണ് പരീക്ഷത്തിന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞു 7 ദിവസം കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ അത്. അപ്പോൾ നമ്മൾ എന്നിട്ടും ഓരോ മോഹങ്ങളുടെ പിന്നാലെ പോണത് ഈ പാമ്പിൻ്റെ വായയിലത്തെ തവള ഒരു പാറ്റയെ പിടിക്കാൻ അവനവൻ്റെ ജീവൻ തന്നെ എപ്പോഴാണ് വിഴുങ്ങുക എന്നറിയില്ല. അതിനിടയ്ക്ക് പാറ്റയെ പിടിക്കാൻ പോണ പോലെ തന്നെയാണ് നമ്മളെന്ന് പറയാണ്. അതായത് അത് ശരിയാണ്. അങ്ങനെ ഒരു ഇത് പിന്നെ എന്താണ് രാമായണത്തിലുണ്ടല്ലോ. അതൊക്കെ പല ശ്ലോകങ്ങൾക്കും നമുക്കിങ്ങനെ ഈ സെയിം തന്നെ ഉദാഹരണം പറയാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇതിൽ എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ ശരിക്കും വളരെ നല്ലൊരു ശ്ലോകമാണ്. അതായത്
നമ്മൾ എത്രത്തോളം മായാധീനരായിട്ട് ഈ ഭൗതിക സുഖത്തിൽ മുഴുകാൻ നോക്കണോ അത്രത്തോളം നമ്മൾ ഈശ്വരന് അകലെയാവും. നമ്മൾ ഭാഗവതത്തിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞുല്ലോ. അതായത് പിന്നെ എന്താണ് ഒരു സന്ദർഭത്തിൽ എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതായാലും ഏകാദശത്തിലാണ് ഏറ്റവും ഇടത്ത് ഭാഗത്ത് ഭഗവാൻ, നടുക്ക് ജീവാത്മാവ്, വലത്ത് ഭാഗത്ത് ഈ ലോകം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ വലത്ത് ഭാഗത്തേക്ക് നീങ്ങുന്തോറും നമ്മൾ ഈശ്വരൻ അകന്നകന്ന് പോവും അല്ലേ, ഇടത്ത് ഭാഗത്തേക്ക് നീങ്ങുന്തോറും നമ്മൾ ലോകത്തു നിന്ന് അകലും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഭൗതിക കാര്യങ്ങളിൽ മുഴുകണോ അത്രത്തോളം നമ്മൾ ഈശ്വരൻ അകലെയാണ്. അതന്നെയാണ് അപ്പോൾ ഇതിലും. അതായത് നമ്മൾ എല്ലാം ഈശ്വരൻ്റെ ആണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ ഈശ്വര സാന്നിധ്യം എല്ലാറ്റിലും കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഈ തത്വങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഒരന്ധന് കണ്ണാടി നോക്കിയാൽ കാണാത്ത പോലെ നമുക്കും കാണില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടരുതേ, അല്ലെങ്കിൽ അങ്ങനെ ഒരവസ്ഥയിൽ എന്നെ ആക്കരുതേ. എനിക്ക് വേഗം ജ്ഞാനോദിച്ച ഭഗവാന് ഈ ജീവിതത്തിൽ തന്നെ മോക്ഷപ്രാപ്തി നൽകണേ എന്നാണ് പറയണത്. അപ്പോൾ 52 വായിച്ച് ഈ സെഷൻ നിർത്താം. ബന്ധുക്കളർത്ഥഗൃഹ പുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെ ഇതു അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കൊലാമമ ച നാരായണായ നമാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.